ശക്തമായ മഴ ഈ പരിസരത്ത് ആകമാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചിരിക്കുന്നു. കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു നീക്കത്തിന് അതൊരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും കുട്ടിക്ക് എത്തുന്ന ഭാഗമൊക്കെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാത്ത ഒരിടം കൂടിയാണ്. മാത്രമല്ല കറണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. കാര്യമായി മഴ പെയ്യുന്നുണ്ട്. നേരത്തെ ഇപ്പോൾ ഏറെക്കുറെ ഒരു അരമണിക്കൂറോളമായി ഇവിടെ ഈ പ്രദേശത്ത് കാര്യമായ മഴ പെയ്യുന്നുണ്ട്. അത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി മാറുകയാണ്. എന്തായാലും കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ പോലീസിനുണ്ട്. ഈ ഭാഗത്തെത്തിയാണ് കുട്ടിയെ ഉപേക്ഷിച്ചിരിക്കുന്നത്. അത് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് ഈ സ്ത്രീ പറയുന്നതെങ്കിലും അത് അങ്ങനെ ആയിരിക്കില്ല എന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കാര്യമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞാണ്, 3 വയസ്സുള്ള കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് ഇവിടെ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് എത്രയും വേഗം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ശക്തമായ മഴ പെയ്യുന്നു, കാട് നിറഞ്ഞ പ്രദേശമാണ്. കുഞ്ഞ് ഭയപ്പെടാൻ അല്ലെങ്കിൽ വലിയ ഭയപ്പാടിലേക്ക് കുഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കുഞ്ഞിനെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, നാട്ടുകാരും ഒപ്പം തന്നെ ഇവിടുത്തെ ഈ പ്രദേശവാസികൾ, ഈ ഫയർഫോഴ്സും എല്ലാവരും കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മാറ്റി പറയുന്നുണ്ട് കാര്യങ്ങൾ. ഏറ്റവും ഒടുവിൽ പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങളിലാണ് കുട്ടിയുമായി ഈ മൂഴിക്കുളം പാലം വരെ വന്നിട്ടുണ്ട് ഈ സ്ത്രീ. പിന്നീട് ഇവർ തിരികെ പോകുന്നത് ഒറ്റയ്ക്കാണ്. ഓട്ടോറിക്ഷയിൽ കയറിയാണ് പോകുന്നത്. അവിടെ കുഞ്ഞില്ല. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ആ ദൃശ്യങ്ങൾ വളരെ കളിച്ച് ചിരിച്ച് അംഗനവാടിയിൽ നിന്ന് വന്ന കുഞ്ഞാണ്. 3 മണിക്കാണ് കുഞ്ഞിനെ അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. പിന്നീട് അവിടെ നിന്നും തൃപ്പൂണിത്തറയിൽ നിന്ന് ആലുവയിൽ നിന്ന് മൂഴിക്കുളത്തേക്കുമാണ് കുഞ്ഞിനെ എത്തിക്കുന്നത്. മൂഴിക്കുളത്തേക്ക് കുഞ്ഞിനെത്തിച്ച ശേഷം ഇവിടെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പിന്നീട് തിരികെ ഇവരുടെ പാറക്കടവിലേക്കുള്ള വീട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും വലിയ ദുഃഖം നിറഞ്ഞൊരു വാർത്ത തന്നെയാണ്. ഒരുപക്ഷെ 3 വയസ്സുള്ള കുഞ്ഞ്, എൻ്റെ മകൾക്കും 3 വയസ്സാണുള്ളത്. അതുപോലെ നമുക്കൊക്കെ വാർത്ത കാണുന്ന എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് മഴയൊക്കെ കാര്യമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് പോലും ഈ മഴയത്ത് നിൽക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയധികം നനഞ്ഞ് കുതിരുന്നൊരവസ്ഥ. ഈ കുഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞെന്തോരം നനഞ്ഞിട്ടുണ്ടാവും. മാത്രമല്ല വലിയ കാട് പിടിച്ചൊരു പ്രദേശമാണ്. എന്തോരം ഭയപ്പെട്ടിട്ടുണ്ടാവും. ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആലോചിക്കുമ്പോൾ വലിയ വിഷമം വരുന്നുണ്ട്. കാരണം ഈ കുഞ്ഞിനെ 7 മണിയോടുകൂടിയാണ് ഇവരെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നത് എന്ന് പറയുന്നു. പക്ഷേ ഈ പാലത്തിൽ ലൈറ്റൊന്നും ഇല്ലാത്തൊരു ഇടമാണ് ഇവിടെ. ലൈറ്റില്ല. ഒപ്പം തന്നെ ഈ കാട് പിടിച്ച് കിടക്കുന്നൊരു പ്രദേശം. അവിടെ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുമ്പോൾ അതെന്തോരം ഭയപ്പെട്ടിട്ടുണ്ടാവും ആ കുഞ്ഞ്. എന്തായാലും ഈ അമ്മയെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ മറ്റെവിടെയെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി.